നമ്മൾ 20,000 എന്ന് പരിമിതപ്പെടുത്തിയ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ 20,000 പരിമിതപ്പെടുത്തിയതിൻ്റെ കൂടുതലായിട്ട് ആൾക്കാർ വരികയാണ്. ആ വരുന്ന ആൾക്കാർ വരുന്നവരെല്ലാവരും ഉടനെ ദർശനം കിട്ടണമെന്ന് ചാട്ടി പിടിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. 37,000-ഓളം ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ സ്പോട്ട് ബുക്കിൽ 20,000-ൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം വരുന്നവരെ നമുക്ക് തിരിച്ച് പറഞ്ഞു വിടാനുള്ള സംവിധാനമില്ല, അതിന് ചെയ്യുന്നത് ശരിയുമല്ല. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഏതെങ്കിലും ദിവസം വെർച്വൽ ക്യൂ എടുത്തിട്ട് തോന്നുന്ന ദിവസം വരിക. ഇത് രണ്ടും ഈ ആൾക്കാർ ഭക്തജനങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും സ്വാമി ദർശനത്തിന് സ്കോപ്പ് ഉണ്ടാവണം ഒന്നും മനസ്സിലാക്കി അവരാ ഡിസിപ്ലിൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. പോലീസൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചാൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം 18-ാം പടിയിൽ ജോലി ചെയ്യുന്നവർ തന്നെ 15 പേര് ഇരിക്കുന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം 20 മിനിറ്റ് കഴിയുമ്പോൾ അവർ മാറുകയാണ്. അവർ മാറാൻ വേണ്ടി തന്നെ നമുക്ക് 2-3 മിനിറ്റ് സമയം വേണം കയറാനും ഇറങ്ങാനും. അത് നിങ്ങൾ കാണുന്നതാണ്. അപ്പം ഒന്ന് വലിച്ച് വോമായി വരുമ്പോഴാണ് കറക്റ്റ് മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ അവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനിടയിൽ എന്താ പറയുക, വയ്യാത്തവരാരെങ്കിലും വരും, പ്രായമുള്ളവർ വരും, കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ ആ കൺസൾട്ടേഷൻ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ടാർഗറ്റായ 86-85 എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് നമുക്ക് കേവലം ഇന്ന് വെളുപ്പിനെ കുറച്ച് നേരമേ എത്താൻ പറ്റിയിട്ടുള്ളൂ. കൂടുതലാക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60-70-നടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ഇനിയും കൂടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇതെല്ലാം അങ്ങ് എന്താ പറയുക, നിയന്ത്രണങ്ങൾ പാളിയിൽ നിന്നും വാർത്ത കൊടുക്കാതെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ക്രമമനുസരിച്ച് ആൾക്കാർ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിടന്ന് ഓടുന്ന മാതിരി കുറച്ച് അധ്വാനിക്കേണ്ടി വരും, ജനങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും. ഇത് കൂടാതെ പലരും ഈ കാട്ടിനകത്തോടുള്ള വഴികൾ ഉപയോഗിച്ച് മരക്കൂട്ടത്ത് എത്തിപ്പെടുന്നുണ്ട്. ചിലർ എന്നിട്ട് അവിടുന്ന് ആ ബെയിലി പാലം വഴി വന്നിട്ട്, അതാണ് ഈ വലതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഈ ക്യൂ തെറ്റിച്ച് വരുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ക്യൂ നോക്കിയിട്ട് ക്യൂവിൽ തിരക്ക് കൂടുമ്പോൾ നമുക്ക് പമ്പയിൽ ബ്ലോക്ക് ചെയ്യാം, പമ്പ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലയ്ക്കൽ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള അവസരം ഇത്തവണ ഈ ക്രമാതീതമായ തിരക്കുകൊണ്ട് താൽക്കാലികമായി സാധിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. സാറേ, എന്താണ് അടുത്ത ഒരു പരിഹാരം? കാരണം മാക്സിമം ആൾക്കാരെ കയറ്റി തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തൊഴിക്കുന്നതനുസരിച്ച് ഈ 3 മണിക്ക് വീണ്ടും തുറക്കും, അപ്പോൾ വീണ്ടും മാക്സിമം ആൾക്കാരെ തൊഴിക്കുക, മാക്സിമം ആൾക്കാരെ തൊഴിച്ചു വിടുകയാണ്. ഈ ആൾക്കാരോട് പറയാനുള്ള തൊഴുത് കഴിഞ്ഞവർ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഭയാനകമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ പമ്പയിലേക്ക് എത്തുന്ന ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. അതിന് ADGPക്ക് കത്ത് നൽകി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന വഴികളിലൊക്കെ തന്നെ നിലയ്ക്കൽ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ പമ്പയിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ ഇടങ്ങളും ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ്. ഭക്തർ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്, നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷെ അത് ക്രമമനുസരിച്ച് വരണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആ ക്രമം വിട്ട് അവർ വരുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് കിട്ടാത്തവർ വന്നിട്ട് ഒരുപാട് പേര് നമ്മൾ ഈ ലിമിറ്റിനപ്പുറത്തേക്ക് വരുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞേക്കാൻ പറ്റാത്ത സാഹചര്യം, അത് ജനങ്ങൾ മനസ്സിലാക്കി ഭഗവത് ദർശനത്തിന് വരുന്നവരെല്ലാവരും ആ സമർപ്പണ ബുദ്ധിയോടുകൂടി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിയും. 18-ാം പടിക്ക് മുകളിൽ ഒരു നിർമ്മിതി വന്നു, വലിയ ഭീമാകാരമായ തൂണുകളൊക്കെ പിടിപ്പിക്കുന്നത്, അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടാകുന്നു ആൾക്കാരെ പിടിച്ച് കയറ്റുന്നതിൽ. ഇല്ല, അതിന് അവിടെ വേറൊരു സംവിധാനം ഇപ്പം കഴിഞ്ഞ പോലെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആൾക്കാർ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കൂടുതൽ സൗകര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ കയറുമ്പോൾ മറ്റേ അവർ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബുദ്ധിമുട്ട് വരുന്നത് കുറച്ച് ആരോഗ്യക്കുറവുള്ളവരോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പം അതിനനുസരിച്ച് സമയം വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ് നിങ്ങൾ കണ്ടതാണ്. അവിടെ മാത്രമാണ് നമ്മൾ ഈ എണ്ണം കുറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യൂ തെറ്റിച്ച് വരുന്നു അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞത്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്നത് അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. അത് അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമല്ല. അത്തരത്തിലൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വഴികളിലൊക്കെ തന്നെ ഭക്തർ വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയല്ലേ. യഥാർത്ഥത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ക്യൂ തെറ്റിക്കുന്നത്, അത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല, അവർ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ദർശനം കിട്ടണം, അങ്ങനെ വെച്ചിട്ടാണ് അവർ ക്യൂ തെറ്റിക്കുന്നത്. അവർ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെത്തും എന്നുള്ള ഒരു വെപ്രാളം വരുമ്പോൾ അവർ ക്യൂവിൽ നിന്ന് ചാടിയിട്ട് കാട് വഴികളിലൂടെ കയറി പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോലീസ് എല്ലായിടത്തും നമുക്ക് ഈ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം മാത്രമല്ല, ക്യൂ ഇല്ലാത്ത പ്രദേശങ്ങൾ കുറേ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മരക്കൂട്ടം എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്യൂവിലേക്ക് കയറുന്നുള്ളൂ. അത് മരക്കൂട്ടം മുതൽ 18-ാം പടി വരെ നമുക്ക് 18,000 ആൾക്കാരെ നമുക്ക് കൃത്യമായിട്ട് ക്യൂവിൽ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വരുന്ന ആൾക്കാർ, ആ 18,000 ആൾക്കാർ വരുന്നവർ ദർശനം നട തുറന്നിരിക്കുന്ന നേരമല്ലെങ്കിൽ അവർ കുറച്ച് നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് വളരെ കുറഞ്ഞ സമയമാണ്, രാത്രി 11 മണിക്കാണ് പടയ്ക്കുന്നത്, രാവിലെ 3 മണിക്ക് തുറക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തന്ത്രി കനിഞ്ഞ് അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ കേവലം 4 മണിക്കൂർ കാത്തുക. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ അവരോട് പറയുന്നുണ്ട് അവർ 18-ാം പടി കയറി പിന്നീട് അവർക്ക് സിവിൽ ദർശനത്തിന് വരാം. അപ്പോൾ അതിന് ചിലരൊക്കെ വിസമ്മതിക്കുന്നുണ്ട്, മടിക്കുന്നുണ്ട്. അപ്പം കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കുകയും ക്രമമായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി മാത്രം വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമസ്യ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ആ
പരിഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല വിചാരിക്കേണ്ടത്, ജനങ്ങളും വിചാരിക്കണം, നിങ്ങളും വിചാരിക്കണം. നമുക്ക് ഈ പമ്പയ്ക്ക് പോകുന്നവരുടെ നിലയ്ക്കലെ അല്ലെങ്കിൽ അതിന് മുൻപ് ഇടത്താവളങ്ങളിൽ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനം വീണ്ടും അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടിരുന്ന സംവിധാനമൊക്കെ നിലവിലുണ്ട്. പക്ഷെ അങ്ങനെ നിയന്ത്രിക്കേണ്ട സംവിധാനം ഇപ്പോൾ യഥാർത്ഥത്തിലായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ എത്തുന്നവർ ക്രമമായിട്ട് വരിക മാത്രമേ ചെയ്യണ്ടൂ. അവർ ഈ ക്യൂ വരുന്ന ഭാഗത്തിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ മരക്കൂട്ടം വരെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് നടന്നു കയറാം. അവിടെ ക്യൂ ഇല്ല. ആ ക്യൂ വരുന്ന ഭാഗത്ത് നിന്ന് തന്നെ അവർ തെറ്റി വേറെ വഴിക്ക് പോയിട്ട് നേരെ വന്ന് യു ടേണിൻ്റെ അവിടെ കയറാനുള്ള വഴി, ജീപ്പ് റോഡ് വഴി വന്ന് കയറാനുള്ള വഴി, അങ്ങനെ നോക്കുന്നവരുടെ ഒരു ബാഹുല്യമാണ് ഈ എന്താ പറയുക ക്രമാതീതമായി തിരക്കെന്ന് എനിക്ക് തോന്നുന്നത്. അവരിപ്പം മാളികപ്പുറം വഴി വരുന്നവരെ നമ്മൾ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും തൊഴിക്കാൻ തന്നെ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ഗേറ്റ് വഴി വരെ ഇപ്പം നമ്മളാളെ കയറ്റി വിട്ട് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ഡിസിപ്ലിൻ വരുന്നവർ ഭഗവാന്റെ നാമത്തിൽ ഓർക്കുക. നമ്മളവിടെ ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു മനുഷ്യൻ കയറുന്നില്ല. അങ്ങനെ കയറ്റാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പം ഈ പിന്നെ നല്ല തിരക്ക് വരുന്ന സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തണം. അത് വരുത്തുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നിലയ്ക്കൽ കുറച്ച് നേരത്തേക്ക് വാഹനങ്ങൾ നിലയ്ക്കൽ കയറ്റിയിടാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ തിരക്കൊന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ വാഹനങ്ങൾ ഇങ്ങോട്ട് വിടും. അപ്പോൾ ഈ വാഹനങ്ങൾ കയറ്റിയിടുന്ന ഉടനെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്കുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ തൊഴിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ അവർ തടസ്സപ്പെടുത്താനല്ല. അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടും. അതിന് വേണ്ടിയിട്ടുള്ള ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല നിങ്ങളും കൂടെ നിർവഹിക്കണം. നിങ്ങളുടെ ചില വാർത്തകളൊക്കെ കണ്ടപ്പോൾ നെഞ്ച് കലങ്ങുന്ന വിഷമമുണ്ട്. എന്താ നമുക്കെല്ലാം കാണുമ്പോൾ പേടിയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റാൻ വേണ്ടി നടപടിയാണ് സ്വീകരിക്കുന്നത്. അല്ല, നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ദർശനം കൊടുത്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് പരമാവധി. അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൊള്ളാവുന്നതിനൊരു പരിമിതിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് നിങ്ങൾ ഈ ദുരന്ത സമാനം എന്ന് പറഞ്ഞ ആൾക്കാരെ ഭയപ്പെടുത്തണ്ട. അങ്ങനെ ദുരന്തം വരില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല, ഉറപ്പ് ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് നാം പറഞ്ഞിട്ട് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എന്നും നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ ഈ ക്രമം തെറ്റി ഈ അസമയങ്ങളിലൊക്കെ വന്ന് ഈ കാടിനകത്തൂടെയൊക്കെ വരുന്ന പ്രവൃത്തി ജനങ്ങൾ അവസാനിപ്പിക്കണം. ക്യൂവിൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ക്യൂ ആയിട്ട് തന്നെ എല്ലാവരും ദർശനത്തിന് വരുന്നവരാണ്. ആ പരസ്പര ബഹുമാനത്തോടുകൂടി സ്വാമി ദർശനത്തിന് വരുന്ന എല്ലാ സ്വാമിമാരും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരും ചെയ്താൽ നമ്മുടെ ഈ പ്രശ്നം തീരും. അതിനുള്ള സന്ദേശം ദയവ് ചെയ്ത് മാധ്യമങ്ങൾ കൊടുക്കണം. അല്ലാതെ എല്ലാം പാളി എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. മുന്നൊരുക്കം പാളിയെന്നും ഭയാനകമായ സാഹചര്യമെന്നും അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചില റിപ്പോർട്ടിങ്സ് കണ്ടു, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ദൂരെ നിന്ന് വരുന്നത് വിചാരിക്കും എന്തോ വലിയ അങ്ങനെ ഭയാനകമായ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ആയിട്ടില്ല. സ്പോട്ട് ബുക്കിംഗ് ഒന്ന് നിയന്ത്രിക്കണമെന്ന് കോടതിയെ അറിയിക്കേണ്ട സാഹചര്യം. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കോടതിയും പറഞ്ഞിട്ടുണ്ട്. 80-10 പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മൾ 70-20 ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ 70-20 എന്ന് പറഞ്ഞാൽ 20-ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എന്താണ് കരണീയമെന്ന് നിങ്ങൾ തന്നെ പറയുക. അവരെ തിരിച്ചുവിടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരെ എല്ലാവർക്കും ദർശനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയും വെമ്പിൽ, അല്ലെങ്കിൽ അവരിവിടുന്ന് പോവാതെ അവരിരുന്ന് സങ്കടപ്പെട്ടിരുന്നാൽ അത് നമുക്ക് ദുഃഖമാണ്. ഒരു ആൾക്കാരെ കയറ്റാൻ വേണ്ടിയാണല്ലോ നമ്മൾ ദർശന ക്യൂ ആയാലും സ്പോട്ട് ബുക്കിംഗ് 90,000 പേരെന്നുള്ളൊരു നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേരം ആ ആൾക്കാരെല്ലാം കയറ്റാൻ പറ്റും. അത് കൂടുതൽ കയറ്റുന്നതാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അല്ല, കൂടുതൽ കയറ്റാതെ വരുന്നവർ എന്ത് ചെയ്യണമെന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ കൂടെ പറയാം. ഈ പിന്നെ 20,000-ന് പകരം 37,000 ആൾക്കാർ വന്നാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അവരുടെ നേരെ ബലം പ്രയോഗിക്കാനോ അവർ പറഞ്ഞു വിടാനോ നമുക്ക് സംവിധാനം ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്ത് അത് ക്രമീകരിച്ചിട്ട് നമ്മളിപ്പോൾ അവരോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നാളെ പറ്റും എന്ന് പറഞ്ഞ് നിലയ്ക്കൽ അവരെ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കേന്ദ്രങ്ങൾ നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. ആ മാറ്റുന്നതനുസരിച്ച് അവിടെ ആൾക്കാർ വന്ന് ക്രമാനുസൃതമായി തന്നെ ഈ ദർശനത്തിന് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്നത്തെയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എന്താ പറയുക ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ക്രമാതീതമാണ്. നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിലുണ്ടാവാത്തത്ര തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഭഗവാന്റെ പേരും പോഴും കൂടുതൽ നന്നാവുന്നതും പ്രശസ്തമാവുന്നതിൻ്റെ ഭാഗമാണെന്ന് ആലോചിച്ച് സന്തോഷിക്കാൻ ഒരു ഭക്തന്മാർക്ക് പറ്റുമെങ്കിലും ഞങ്ങൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളി നേരിടാൻ നമ്മൾ തയ്യാറാണ്. അതിന് ഭഗവാൻ നമുക്ക് പൂർണ്ണമായ കരുത്ത് തരും. സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായി ഞങ്ങളുടെ കൂടെയുണ്ട്. ബുദ്ധിമുട്ട് വരില്ല. എന്തോ ഞാനതാണല്ലോ കുറച്ച് മുമ്പ് പറഞ്ഞത്. നമ്മൾ 80-90 ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആരോഗ്യമുള്ള ആൾക്കാർ വരുമ്പോഴാണ്. ഒരാൾ ഇപ്പം ഇന്നലെ ഞാൻ ഒരു പോലീസുകാരനെ സഹായിക്കുമ്പോൾ കണ്ടെച്ച കൃത്രിമ കാലിട്ട് ഒരാൾ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ 80 എന്ന് പറയുന്നത് നേരെ 40ലേക്ക് പോവാണ്. ഇങ്ങനെയുള്ള ചലഞ്ചസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ബാക്കി ആരോഗ്യമുള്ളവർ ചേർന്ന് അവരെ സഹായിച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇവിടെ
ഇവിടെ ഇങ്ങനെ ഒരു കാരണക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പരസ്പര പൂരിതമായ സഹകരണത്തോടുകൂടി പോയാലേ പറ്റുള്ളൂ. അത് അങ്ങനെ ചെയ്യാതെ ഇപ്പം ആരുടെയെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാവും. തെറ്റുകൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ എത്രയും നന്നായ രീതിയിൽ ഈ ആൾക്കാർക്ക് എല്ലാം ദർശനം കൊടുത്തു വിടുന്ന് നമ്മൾ പറഞ്ഞയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കേന്ദ്രസേനയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ അതിനുള്ള നേരത്തെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവർ വരുന്നുണ്ട്. അവർ ഇന്ന് ദേശീയ തലത്തിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവരൊന്ന് വൈകി പുറപ്പെടാൻ അവർ 2 ദിവസത്തിനകത്ത് എത്തും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല.